ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. ഇനി ഞാനൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾക്കിത് ഇഷ്ടമാകും കേട്ടോ. അതേപോലെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഡെസേർട്ടായിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വെൽക്കം ടു മൈ ചാനൽ. ഞാനിവിടെ ഒരു കപ്പ് സാബൂനരിയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ ഇവിടെ സാബൂനരി എന്നാണ് പറയൽ, ചില നാട്ടിലൊക്കെ അതിന് ചവരി എന്നാണ് പറയുന്നത്. ഇനി അതിലേക്ക് നമുക്കൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മണിക്കൂറോളം ഒന്ന് കുതിർത്താനായിട്ട് വെക്കാം. അങ്ങനെ 5 മണിക്കൂറിന് ശേഷം നമുക്കിത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം. ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് വേവിക്കുന്നത്. ചിലരൊക്കെ പായസത്തേക്ക് കുക്കറിൽ വിസിലടിപ്പിക്കാറാണ് പതിവ്. അതിനേക്കാളും എത്രയോ സിമ്പിളാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഇങ്ങനെ ആകുമ്പോൾ ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് സാബൂനരി വെന്ത് കിട്ടും. അങ്ങനെ ഇത് വെന്തതിന് ശേഷം നമ്മൾ ഒരു പശപ്പശപ്പ് ഉണ്ടാകും. നമ്മളത് അരിപ്പയിലിട്ടിട്ട് അരിച്ചെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നാലേ അതിൻ്റെ ഒരു പശപ്പശപ്പ് മാറുള്ളൂ. അങ്ങനെ ഇതാ നമ്മൾ സാബൂനരി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനിയൊരു കടായിലേക്ക് 3/4 കപ്പോളം ശർക്കരയും വെള്ളവും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പെട്ടെന്ന് മെൽറ്റാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശർക്കര ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇത് നല്ലതുപോലെ ഒന്ന് മെൽറ്റായതിന് ശേഷം നമുക്കത് അരിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ചെറിയ രീതിയിൽ കച്ചറകളൊക്കെ ഉണ്ടാവും. അങ്ങനെ അതൊന്ന് അരിച്ചെടുക്കുകയാണ്. ഇനി ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാഞ്ഞിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തത്. അതിലേക്ക് നമ്മൾ ചെറുതായിട്ടരിഞ്ഞ നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കുക. അത് ഒന്ന് മൊരിഞ്ഞ് വരുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ചെറിയ രീതിയിലൊന്ന് മൊരിഞ്ഞ് വന്നാൽ മതി കേട്ടോ. അങ്ങനെ നേന്ത്രപ്പഴം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് ചെറുതായിട്ടരിഞ്ഞ ചെറുപഴം, മൈസൂർ പഴം എന്നൊക്കെ പറയും, ആ ചെറുപഴം ചേർത്തിട്ട് നമുക്ക് അതും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് ഞാൻ ആപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. പൈനാപ്പിൾ അതൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ആപ്പിൾ മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഈത്തപ്പഴമാണ്. 1 കപ്പോളം ഈത്തപ്പഴമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ശർക്കര പാനി ഒഴിച്ച് കൊടുത്തിട്ട് ഞാനത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ്. ഇനി അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സാബൂനരി, അതായത് ചവ്വരി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിലേക്ക് വേറെ ഫ്രൂട്ട്സും ചേർക്കാം, പൈനാപ്പിൾ പോലുള്ള ഫ്രൂട്ട്സൊക്കെ ചേർക്കാം. ഞാനിവിടെ ആപ്പിൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 2ാം പാലാണ്. 2ാം പാലെന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാൽ, തേങ്ങ ചിരകിയത് നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് അരച്ചെടുത്തിട്ട് ഫസ്റ്റ് പാലെന്ന് പറയുന്നതാണ് 1ാം പാൽ. പിന്നെ ആ ഒരു തേങ്ങയിൽ തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുന്നതാണ് 2ാം പാൽ. അപ്പോൾ നമ്മൾ ആദ്യം 2ാം പാൽ ഒഴിച്ചിട്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് കുറുകി വരുന്നത് വരെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. തേങ്ങാപ്പാൽ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. കുറുകി വരുമ്പോൾ നമ്മൾ അതിലിട്ടിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ടാകും. നമ്മൾ ചട്ടകം കൊണ്ട് ഇങ്ങനെ ഇതാ അതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി ഞാൻ അതിലേക്ക് മധുരം ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പും കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആ ശർക്കരയുടെ ആ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് കേട്ടോ ഞാൻ പഞ്ചസാര ചേർത്തത്. ഇനി ഞാനിതിലേക്ക് 1ാം പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 1ാം പാൽ ഒഴിച്ച് കൊടുത്ത് ഉടനെ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. അത് തിളക്കാൻ പാടില്ല. ഇനി നമുക്കൊരു വറവുണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഞാൻ ചെറുതായിട്ടരിഞ്ഞ തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇവ 3ഉം കൂടിയാണ് ഞാൻ വറുത്തെടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക കേട്ടോ. ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്കത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് ചേർക്കാം. നെയ്യിൻ്റെ ഫ്ലേവർ എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ വറവ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ എന്താ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടോ. ഇതിന് പേരെന്താണെന്ന് ചോദിച്ചാൽ പേര് നിങ്ങൾ ഇട്ടോളൂ കേട്ടോ.
അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടെന്ന് കമൻസ് ആയിട്ട് അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.